Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പെരളം ദേശീയ കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. പെരളം ദേശീയ കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ C. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് R. K. സുധാമണി, വാർഡ് മെമ്പർ KP ഷീന, PM ഗോവിന്ദൻ, R. K. ജനാർദ്ദനൻ, K. പ്രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭയുടെ സ്വച്ഛ് അംബാസഡറായി ശില്പി ഉണ്ണി കാനായിയെ തെരഞ്ഞെടുത്തു. നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള ദൃശ്യാവിഷ്കരണം നടത്തിയായിരുന്നു ഉണ്ണി കാനായി. പയ്യന്നൂർ നഗരസഭയുടെ സ്വച്ഛ് അംബാസിഡറായി ശില്പി ഉണ്ണി കാനായിയെ നഗരസഭ നിശ്ചയിച്ചു. നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള ദൃശ്യാവിഷ്കരണം നടത്തിയതിലുള്ള പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നു. കവ്വായി മണൽ തീരത്തൊരുക്കിയ മണൽ ശില്പം, ആമയുടെ ചെറുപ്രായത്തിൽ വളയം കുരുങ്ങി വളർച്ചയിൽ നേരിട്ട ദുരനുഭവം ചിത്രീകരിക്കുന്ന വളയത്തിൽ കുരുങ്ങി വീർപ്പുമുട്ടുന്ന ആമശില്പം തുടങ്ങിയവ വിസ്മയം തീർത്തതായിരുന്നു. നഗരസഭയുടെ സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിന്റെ 2026 പരിശോധന വരും നാളുകളിൽ നടന്നുവരികയാണ്. ശുചിത്വ നഗരം, സുന്ദര നഗരം, സ്വച്ഛ് നഗരം കാത്തുസൂക്ഷിക്കാനായി നഗരസഭയോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ആഹ്വാനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം മുടേങ്ങ വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു. മുടേങ്ങ വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. നിഷ അധ്യക്ഷത വഹിച്ചു. P. നാരായണൻ, ശ്രീകല ടീച്ചർ, M. മധു, TV വിജയൻ, പുത്തൂർ കൃഷ്ണൻ, K. കുഞ്ഞിരാമൻ, ICDS സൂപ്പർവൈസർ BK സൗമ്യ, TV ചന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ നിയമവും വയോജനങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വലിയ പറമ്പ് ഇടയിലേക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാട്ടിലെ കർഷകർ കൂട്ടായ്മ കൃഷിയിടത്തിൽ പുതുമയുള്ള വിളവിറക്കുന്നതിൽ പലപ്പോഴും മാതൃകയാകാറുണ്ട്. കായലുകൾക്കിടയിലുള്ള ഇടയിലെ കാട്ടിലെ പൂഴിമണലിൽ അവർ വിളയിച്ചെടുക്കാത്തതായി ഒന്നുമില്ല. വലിയ പറമ്പ് പഞ്ചായത്തിൽ തന്നെ ആരും ചെയ്യാത്ത കൂർക്ക മുതൽ നെല്ലും ചോളവും മധുരക്കിഴങ്ങും കപ്പയും തണ്ണിമത്തനും മാത്രമല്ല എള്ള് വരെ ഇവർ നന്നായി കൃഷി ചെയ്യും. വർഷത്തിലെ ഭൂരിഭാഗം സമയത്തും കാട്ടിലെ കർഷകർ എന്തെങ്കിലും ഇനം കൃഷി ചെയ്യുന്നുണ്ടാകും. വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് സ്ത്രീകൾ ഉൾപ്പെടെ 10 പേരുള്ള കൂട്ടായ്മയിലുള്ളത്. എന്നാൽ ഈ വർഷം ജല അതോറിറ്റി ചെറുവത്തൂർ സെക്ഷൻ ഓപ്പറേറ്റർ M. ജയൻ, നിർമ്മാണ തൊഴിലാളി M. ഉമേശൻ എന്നിവരാണ് കൃഷിക്കായി ചുമതലയേറ്റവർ. രാവിലെയും വൈകുന്നേരവുമായി വ്യത്യസ്ത സമയങ്ങളിൽ കൃഷിയിടങ്ങളിലെത്തിയാണ് വളമിടലും നനയ്ക്കലും ഇവർ നടത്തിവരുന്നത്. 6 വർഷം മുൻപ് രൂപം കൊണ്ട കർഷക കൂട്ടായ്മയിൽ 18 പേരുണ്ടായിരുന്നു. സമയക്കുറവും തൊഴിൽ മേഖലയിലെ ഉത്തരവാദിത്വങ്ങളും മൂലം പലർക്കും കൃഷിയിൽ സജീവമാകാൻ കഴിയാതെയാകുകയായിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സലാഡിന് ഉപയോഗിക്കുന്ന പാക്ചോയി, മഴവിൽ ചോളം, മധുരച്ചോളം, തണ്ണിമത്തൻ,
5 തരം മധുരക്കിഴങ്ങ്, പച്ചക്കറി ഇനങ്ങളായ നരമ്പൻ, വെണ്ട, നിത്യവഴുതന, ചെറിയ അമര, ചതുരപ്പയർ, വഴുതിന, മത്തൻ, കുമ്പളം, 3 തരം പച്ചമുളക്, മീറ്റർ പയർ എന്നിവയൊക്കെ ഇവരുടെ കൃഷിയിടത്തിൽ വിളഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ 5-6 വർഷമായിട്ട് കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട്. പൂഴിയിലാവുമ്പോൾ നല്ല വലുപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ കിഴങ്ങിന് നല്ല ഡിമാൻഡും ഉണ്ട്. മാത്രമല്ല ലാഭകരമാണ്. കിലോന് 80 രൂപയോളം നമുക്ക് മാർക്കറ്റിലും ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ലാഭകരമായ കൃഷിയാണ്. അതിന് പുറമെ 5 തരം മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. സീസണിൽ ചെണ്ടുമല്ലി, വാടാർമല്ലി, ജമന്തി എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. ഇടയിലെ കാട്ടിൽ കൃഷി ആഭിമുഖ്യമുണ്ടാക്കുന്നതിൽ മുഖ്യ പങ്കാണ് ഈ കൂട്ടായ്മ വഹിച്ചിട്ടുള്ളത്. നേരത്തെ കർഷക കൂട്ടായ്മയുടെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നാട്ടുകാരിൽ നിന്നും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിന് വലിയ പറമ്പ് കൃഷിഭവന്റെ സഹകരണത്തോടെ നാട്ടുചന്തയുടെ പ്രവർത്തനവും ഇവർ ഏറ്റെടുത്തിരുന്നു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് മാത്രമായി സിനി ട്രാക്ക് ഗാനമത്സരം നടത്തി. പ്രായഭേദമന്യേ നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. പഴയകാല ഗാനങ്ങളും മാറിയ കാലത്തെ ട്രെൻഡ് ഗാനങ്ങളും മത്സരാർത്ഥികൾ ആലപിച്ചു. സലീൽ ചൗധരിയും വയലാർ രാമവർമ്മയും ചേർന്നൊരുക്കിയ ലതാ മങ്കേഷ്കർ ആലപിച്ച കദളി കൺകദളി എന്ന ഗാനവും ലഘുശാസ്ത്രീയ ഗാനങ്ങളും മെലഡികളും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ നാട്ടിലെ ഗായികമാർ നന്നായി ആലപിച്ചു. മത്സരത്തിൽ പിലിക്കോട്ടെ അനുപമ സനീഷ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. തൃക്കരിപ്പൂർ പൂച്ചോലിലെ തീർത്ഥ ജയൻ 2ഉം ചൂരിക്കൊബലിലെ എം സുചിത്ര 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഒരാഴ്ച പിന്നിട്ട RARS ഫാം കാർണിവലിലേക്ക് കുടുംബസമേതം ആളുകൾ എത്തുന്നുണ്ട്. കാർഷിക മേഖലയിലെ നൂതന മാർഗങ്ങളും പരമ്പരാഗത രീതിയിലെ കൃഷിയും മനസ്സിലാക്കുന്നതിനൊപ്പം വിനോദ, വിജ്ഞാന, വിപണന സൗകര്യവും ഫാം കാർണിവലിലുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തുല്യതാ പഠിതാക്കൾക്ക് അനുമോദനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 10ാം തരം ഹയർ സെക്കൻഡറി വിജയിച്ച പഠിതാക്കൾക്ക് അനുമോദനം നൽകി. പഞ്ചായത്ത് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത 22 പഠിതാക്കളെ അനുമോദിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മണൻ KKV, VV രാമചന്ദ്രൻ, അനിത V, പഠിതാവ് അനിത TK, അധ്യാപകൻ സന്തോഷ് കുമാർ, സെന്റർ കോർഡിനേറ്റർ ഗീത K, ബിന്ദു K എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കർഷക സംഘം ചെറുതാഴം നോർത്ത് വില്ലേജ് കമ്മിറ്റി കാർഷിക പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം നടത്തുന്ന ഫാം കാർണിവലിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വിളകളുടെ ബയോപാർക്കുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഡെമോൺസ്ട്രേഷനുകളും വിവിധ മേഖലകളുടെ പ്രായോഗിക പരിശീലനങ്ങളും വിത്ത് നടീൽ വസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും സൗജന്യ ബഹുമുഖ ചികിത്സയും 1.5 കിലോമീറ്ററിനുള്ളിൽ ക്രമീകരിച്ച പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം നടത്തുന്ന RARS ഫാം കാർണിവലിലേക്ക് കർഷക സംഘം ചെറുതാഴം നോർത്ത് വില്ലേജ് കമ്മിറ്റി കാർഷിക പഠനയാത്ര സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിൽ പുതുതലമുറകൾക്ക് താൽപര്യമുണ്ടാക്കുക, കൃഷി ആദായകരമാക്കുക, കാർഷിക രംഗത്തെ നൂതന ആശയങ്ങൾ പ്രയോഗിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. യാത്ര പുതിയ ആശയം പകർന്നു നൽകിയെന്ന് പങ്കെടുത്ത 40 കർഷകരും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെതിരമന വിഷ്ണു നമ്പൂതിരിയുടെ ആത്മകഥാംശം ഓർമ്മകളുടെ തീരം പുസ്തക പ്രകാശനം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കഥാകൃത്ത് CV ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെ സ്ഥാപകനും പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തകനും പ്രകൃതി സ്നേഹിയുമായ വെതിരമന വിഷ്ണു നമ്പൂതിരിയുടെ ആത്മകഥാംശം ഓർമ്മകളുടെ തീരം പുസ്തക പ്രകാശനം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്നു. ലതാ വിഷ്ണു നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി. ചടങ്ങ് M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തലിൽ ഒന്നാണ് കേശവതീരം എന്ന് പറയുന്ന ഈ അതിമനോഹരമായ ഈ ആയുർവേദ ഗ്രാമമെന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം. പ്രശസ്ത കഥാകൃത്ത് CV ബാലകൃഷ്ണൻ, ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V. ജയരാജന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PR ഇന്ദുകല, ഡോക്ടർ PM മധു,
OK നാരായണൻ നമ്പൂതിരി, ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ, രാമകൃഷ്ണൻ കണ്ണോം, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, KU വിജയകുമാർ, K നീതു, KS ജയമോഹൻ, ഡോക്ടർ കേശവൻ ബെദ്രമന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. വേനലും റംസാനും ഒരുമിച്ചെത്തിയതോടെ പിടികിട്ടാതെ പഴവിപണി. ജില്ലയിലെ വിവിധ വിപണന കേന്ദ്രങ്ങളിൽ പഴവർഗ്ഗങ്ങൾക്ക് വില കുതിച്ചുയരുന്നു. വേനൽ കടുത്തതോടെ ഡിമാൻഡ് കൂടിയതും വിലക്കയറ്റത്തിന് കാരണമാണ്. റംസാൻ തുടങ്ങിയതോടെ ജില്ലയിലെ വിവിധ വിപണന കേന്ദ്രങ്ങളിൽ പഴവർഗ്ഗങ്ങൾക്ക് വില കുതിച്ചു കയറുന്നു. വേനൽ കടുത്തതോടെ ഡിമാൻഡ് കൂടിയതും വില കൂടുന്നതിന് കാരണമായി. ഒരു മാസത്തിനിടെ 25 മുതൽ 30% വരെ വിലവർധനവാണ് പഴവർഗ്ഗങ്ങൾക്ക് ഉണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മിക്ക പഴവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാർ ഏറെയുള്ള തണ്ണിമത്തന് വൻ വിലക്കയറ്റമാണ് രേഖപ്പെടുത്തിയത്. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 22 രൂപയ്ക്ക് ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ 33 രൂപ നൽകണം. റംസാൻ വ്രതക്കാർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇനമാണ് തണ്ണിമത്തൻ. പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും വലിയ വിലവർധനവുണ്ടായത് ആപ്പിളിനാണ്. എന്നാൽ പഴവർഗ്ഗങ്ങൾക്ക് മിക്കതിനും വില വർദ്ധിക്കുമ്പോഴും നേന്ത്രപ്പഴത്തിന്റെ വിലയിൽ മാറ്റമില്ല. പ്രാദേശിക തലത്തിൽ നേന്ത്രപ്പഴ ഉൽപ്പാദനം വർദ്ധിച്ചതാണ് വിലയിടിയാൻ കാരണം. മിക്കയിടത്തും 35 രൂപയാണ് കിലോയ്ക്ക് വില. അതേസമയം ഞാലിപ്പൂവൻ, റോബസ്റ്റ, പൂവൻ പഴം എന്നിവയ്ക്ക് വില ഉയരുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. സമത്വ പ്രവാസി സ്വാശ്രയ സംഘം 5ാം വാർഷികാഘോഷ പരിപാടിക്ക് സമാപനം. സമാപന സമ്മേളനം കേരള പ്രവാസി സ്വാശ്രയ സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സദാനന്ദൻ KP ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം അമ്പലപ്പുറം യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമത്വ പ്രവാസി സ്വാശ്രയ സംഘത്തിന്റെ 5ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ പ്രവാസികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കേരള പ്രവാസി സ്വാശ്രയ സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സദാനന്ദൻ KP പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. സുമേഷ്, K സുകുമാരൻ, സുഗുണൻ UV, M രാഘവൻ എന്നിവർ സംസാരിച്ചു. നാടകരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന PV ദാമോദരൻ, ഹരിദാസ് ചെറുകുന്ന് എന്നിവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭയിലെ 36ാം വാർഡ് കാരയിലെ ക്ലീൻ ആൻഡ് ബ്യൂട്ടി വാർഡ് 36 വീടും പരിസരവും ശുചീകരിക്കാം, റോഡരികിൽ പൂന്തോട്ടമൊരുക്കാം ക്യാമ്പയിന്റെ ഭാഗമായി റോഡും പരിസരവും ശുചീകരിച്ചു. വാർഡ് കൗൺസിലർ C വൈശാഖ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പയ്യന്നൂർ നഗരസഭയിലെ 36ാം വാർഡ് കാരയിലെ ക്ലീൻ ആൻഡ് ബ്യൂട്ടി വാർഡ് 36 വീടും പരിസരവും ശുചീകരിക്കാം, റോഡരികിൽ പൂന്തോട്ടമൊരുക്കാം ക്യാമ്പയിന്റെ ഭാഗമായി കാര പാലം മുതൽ കാര സൂപ്പിമുക്ക് വരെ ശുചീകരണ പ്രവർത്തനം നടന്നു. വാർഡ് കൗൺസിലർ C വൈശാഖ് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കുട്ടികളും മുതിർന്നവരുമടക്കം ശുചീകരണ പ്രവർത്തനത്തിൽ നിരവധി പേർ പങ്കാളികളായി. എല്ലാ ഞായറാഴ്ചകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും വാർഡ് കൗൺസിലർ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണക്കുന്ന് തോട്ടിച്ചാൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. നിരവധി ഭക്തജനങ്ങളാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങാൻ ദേവസ്ഥാനത്തെത്തിയത്. കരിവെള്ളൂർ ഓണക്കുന്ന് തോട്ടിച്ചാൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം പ്രതിഷ്ഠയും അന്ത്യത്തിറ വെള്ളാട്ട മഹോത്സവത്തിനും സമാപനമായി. 3 ദിവസങ്ങളിലായാണ് മഹോത്സവം അരങ്ങേറിയത്. നാനാദേശത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങാൻ ദേവസ്ഥാനത്തെത്തിയത്. 2 പതിറ്റാണ്ടായിരിക്കുന്നു ഇവിടെ മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.